ബേസിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്, ഓർ, നോട്ട്, ഇത് മൂന്നിനാണ് നമ്മൾ ഏറ്റവും സാധനം എന്ന് പറയുന്നത് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്കുള്ള സാധനമാണ് നമ്മളിപ്പോ പഠിച്ച നാൻഡ്, നോർ. ഈ നാൻഡിനെയും നോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. എന്തുകൊണ്ട് യൂണിവേഴ്സൽ ഗേറ്റ്സ് വിളിക്കുന്നത് വെച്ചാൽ ഈ നാൻഡും നോറും ഉപയോഗിച്ച് നമുക്ക് ഈ എല്ലാ ബേസിക് ഗേറ്റുകളും ഉണ്ടാക്കാൻ പറ്റും. നാൻഡും നോറും. നാൻഡ് ഉപയോഗിച്ചാൽ എനിക്ക് ആൻഡ് ഉണ്ടാക്കാം, നാൻഡ് ഉപയോഗിച്ചാൽ നോർ ഉണ്ടാക്കാം, നാൻഡ് ഉപയോഗിച്ചാൽ നോട്ട് ഉണ്ടാക്കാം. നോർ ഉപയോഗിച്ചു ആൻഡ് ഉണ്ടാക്കാം, നോർ ഉപയോഗിച്ചു ഓർ ഉണ്ടാക്കാം, നോർ ഉപയോഗിച്ചും നോട്ട് ഉണ്ടാക്കാം. അതായത് നാൻഡും നോറും കൊണ്ട് ബാക്കി എല്ലാ ബേസിക് ഗേറ്റ്സും ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നമുക്ക് പലതും ആവശ്യമായിട്ട് വന്നേക്കാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റുകൾ നാൻഡും നോറും. അത് ഉപയോഗിച്ച് നമുക്ക് ബാക്കി എല്ലാം ഉണ്ടാക്കാം. എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നേ എന്ന് നോക്കാം. അതാണ് നമുക്ക് അറിയേണ്ടത്. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്, അല്ലെങ്കിൽ ആൻഡ് ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ് എന്നൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോർ ഗേറ്റിന്റെ കൺസെപ്റ്റ് എടുക്കുക. നോർ ഗേറ്റിന്റെ കൺസെപ്റ്റ് എടുക്കുക. നമുക്ക് നോർ ഗേറ്റ് ഉപയോഗിച്ച് ഓർ ഉണ്ടാക്കണം, ആൻഡ് ഉണ്ടാക്കണം, നോട്ട് ഉണ്ടാക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഫോർ എക്സാമ്പിൾ നോട്ട് ഗേറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഇൻവേർട്ടർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നോട്ട് ഗേറ്റ് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻവേർട്ടർ. നമുക്ക് അറിയാവുന്ന എന്തുണ്ട്? നമ്മുടെ നോർ ഗേറ്റ് എന്ന് പറഞ്ഞ പടം ഇങ്ങനെ, നോർ ഗേറ്റിന്റെ പടം ഇങ്ങനെ അറിയാം. എന്തുവാണ്? എയും ബിയും വൈ. ഇതാണ് നമ്മുടെ നോർ ഗേറ്റിന്റെ പടം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാ? y is equal to a plus b the all bar. ഇതാണ് നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ. ആണോ? സപ്പോസ് ഈ ബിക്ക് പകരം ഞാൻ ഇവിടെയും എ തന്നെ കൊടുത്താലോ? എ പ്ലസ് എ ദി ഓൾ ബാർ കിട്ടുമോ? അതായത് ബിക്ക് പകരം ഞാൻ അവിടെയും എ തന്നെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് എ പ്ലസ് ബി ദി ഓൾ ബാർ എന്തുമായിട്ട് മാറും? എ പ്ലസ് എ ദി ഓൾ ബാർ ആയിട്ട് മാറുമോ? അങ്ങനെ മാറുവാണെങ്കിൽ എ പ്ലസ് എ എന്ന് പറഞ്ഞ എന്തുവാ? എ പ്ലസ് എ എന്തുവാ? പെട്ടെന്ന് പറയണേ. എ പ്ലസ് എ തന്നെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ബാർ എന്തുവായി മാറും? എ ബാറായി മാറും. മനസ്സിലായോ? അതായത് ഇൻപുട്ടിലുള്ള രണ്ട് ഇൻപുട്ടും എ തന്നെ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? എയുടെ കോംപ്ലിമെന്റ് ആയിരിക്കും. വിച്ച് മീൻസ് ഞാൻ അഥവാ ഈ എയും ബിയുടെ അങ്ങ് ഷോർട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇവിടെ എ കൊടുക്കുവാണെങ്കിൽ ബി കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ ഒരുമിച്ച് ഒറ്റ എ ആ കൊടുക്കുന്നത്. ആ എ തന്നെ ഇവിടെയും കിട്ടും, ആ എ തന്നെ ഇവിടെയും കിട്ടും. അതായത് രണ്ട് ഇൻപുട്ടും, ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടിലും വരുന്ന എന്തുവാ? എ ആണെങ്കിൽ എ പ്ലസ് എ ഓൾ ബാർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? എ ബാർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ ഞാൻ ഇൻപുട്ട് കൊടുത്തപ്പം എ ബാർ എനിക്ക് ഔട്ട്പുട്ട് വന്നു. മനസ്സിലായോ? അത് ഏതിന്റെ വർക്കിംഗാ? നോട്ട് ഗേറ്റിന്റെ വർക്കിംഗ് അല്ലേ? അതായത് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാൻ, നോർ ഗേറ്റ് ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാൻ എളുപ്പം എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് രണ്ടുകൂടെ ഷോർട്ട് ചെയ്യുക, ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് എടുക്കുക. അപ്പൊ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അതിന്റെ കോംപ്ലിമെന്റ് ഇവിടെ വന്നോളും, ഔട്ട്പുട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. മനസ്സിലായോ? പെട്ടെന്ന് പറയണം. മനസ്സിലായോ? അയ്യോ പിള്ളേരെ, എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ശരി. ഇനി നമ്മുടെ നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ഓർ ഗേറ്റ് ഉണ്ടാക്കാം. നോർ ഓറും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഓറിനെ കോംപ്ലിമെന്റ് ചെയ്താണ് നോർ. ആണോ? ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒന്നുകൂടെ കോംപ്ലിമെന്റ് ചെയ്ത സാധനമാണ് നോർ. അങ്ങനെയാണെങ്കിൽ നോർ ഗേറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് നമുക്ക് നോർ ഗേറ്റ് അറിയാം. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദി ഓൾ ബാറാ. എനിക്ക് വേണ്ടത് എ പ്ലസ് ബി ആ. എ പ്ലസ് ബി ദി ഓൾ ബാറിനകത്തുനിന്ന് എ പ്ലസ് ബി കണ്ടുപിടിക്കണേ എന്തോ ചെയ്താൽ മതി? എ പ്ലസ് ബി ദി ഓൾ ബാറിനകത്തുനിന്ന് എ പ്ലസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്തോ ചെയ്താൽ മതി? എ ഡബിൾ ബാർ എന്തുവാ? എ ഡബിൾ ബാർ എന്തുവാ? ഒരെണ്ണത്തിന് ഒരു വട്ടം കോംപ്ലിമെന്റ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ കോംപ്ലിമെന്റ് ചെയ്താൽ കിട്ടുന്ന എന്തു തന്നെ? ഏ തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ പ്ലസ് ബി ദി ഓൾ ബാറിനെ ഞാൻ ഒന്നുകൂടെ ബാർ ചെയ്ത് എന്തോ കിട്ടും എനിക്ക്? എ പ്ലസ് ബി ദി ഓൾ ബാറിനെ ഒന്നുകൂടെ കോംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് എന്തോ കിട്ടും? എ പ്ലസ് ബി കിട്ടും. എനിക്ക് വേണ്ട സാധനം കിട്ടും. എന്ന് പറഞ്ഞാൽ നോർ ഗേറ്റിനെ ഒന്നും കൂടെ കോംപ്ലിമെന്റ് ചെയ്താൽ, നോട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഓർ ഗേറ്റ് കിട്ടും. ഇൻ അതർ വേർഡ്സ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് എന്റെ നോർ ഗേറ്റ്, എ ബി. ഇപ്പൊ എനിക്ക് കിട്ടുന്ന എന്തോ ഇവിടെ? എ പ്ലസ് ബി ദി ഓൾ ബാർ. എനിക്ക് വേണ്ടത് എന്തുവാ? ഇതിനെ ഒന്നുകൂടെ കോംപ്ലിമെന്റ് ചെയ്ത് എന്താ ഉണ്ടാക്കണം? എ പ്ലസ് ബി ആക്കണം. കോംപ്ലിമെന്റ് ചെയ്യണേ ഏത് ഗേറ്റ് ഞാൻ ഉപയോഗിക്കണം? നോട്ട് ഗേറ്റ് ഉപയോഗിക്കണം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എന്താ? നോർ ഗേറ്റ് മാത്രമല്ലേ? അപ്പൊ ഇവിടെ ഒരു ഇൻവെർട്ടർ വേണേ എന്തോ ചെയ്യണം? ഞാൻ
ഗേറ്റ് ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചു. ആ നോട്ട് ഗേറ്റ് ഞാൻ എവിടെ കണക്ട് ചെയ്താൽ മതി? ഔട്ട്പുട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്താ കിട്ടും? ഈ എ പ്ലസ് ബി ദി ഓൾ ബാറിന്റെ ഡബിൾ ബാർ കിട്ടും. അതായത് ഈ ഔട്ട്പുട്ടിൽ, അതായത് എ പ്ലസ് ബി ദി ഓൾ ബാറിന്റെ ഡബിൾ ബാർ കിട്ടും. അതുകൊണ്ട് അതർവൈസ് നോൺ ആസ് എ പ്ലസ് എ പ്ലസ് ബി. കിട്ടുവോ? കിട്ടും. ഓക്കെ. അപ്പൊ നോട്ട് ഗേറ്റ് എങ്ങനെ വന്നെന്ന് പറഞ്ഞു, ഓർ ഗേറ്റ് എങ്ങനെ വന്നെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ബേസിക് ആയിട്ട് നമ്മളുള്ള ഗേറ്റ് ഏതാ? ആൻഡ് ഗേറ്റ്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ എക്സ്പ്രഷനാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാ? y is equal to a plus b the all bar. ഇതാണ് നമ്മുടെ നമ്മുടെ എന്തുവാണ് നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ. നമ്മൾ പഠിച്ച ആണെങ്കിൽ ഇതെന്തുവാണ്? നമ്മുടെ ഡി മോർഗൻസ് ലോ ഓർമ്മയുണ്ടോ? ഡി മോർഗൻസ് ലോ a plus b the all bar is equal to a plus b the all bar is equal to b bar. ഇതാണ് നമ്മൾ പഠിച്ച ഡി മോർഗൻസ് ലോ. അക്കോർഡിംഗ് ടു ഡി മോർഗൻസ് a plus b the all bar is equal to a bar into b bar ആണേ. നമുക്ക് ആൻഡ് ഗേറ്റിൽ വേണ്ടത് എന്തുവാ? ഇതില്ലേ വേണ്ടത്? എ ബി ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഡി മോർഗൻസ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഓൾ ബാർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തുവാ? എ ബാർ ഇൻറ്റു ബി ബാർ. അപ്പൊ നമുക്ക് എ ബാർ ഇൻറ്റു ബി ബാറിനെ എന്താക്കി മാറ്റണം? എ ബി ആക്കി മാറ്റണം. അങ്ങനെയാണ് എന്തോ ചെയ്താൽ മതി. ഇൻപുട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഇൻപുട്ട് കൊടുക്കുന്നത് ഓൾറെഡി ഇൻവേർട്ടഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എയും ബിയും ഇൻപുട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? എയും ബിയും ഞാൻ എന്റെ ഗേറ്റ്, ഇതാണ് എന്റെ നോർ ഗേറ്റ്, ഇതെന്റെ നോർ ഗേറ്റ്. ഇവിടെ ഞാൻ എയും ബിയും കൊടുത്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? എ പ്ലസ് ബി ദി ഓൾ ബാർ കിട്ടിയത്. ആണോ? സംശയമൊന്നുമില്ലേ? സപ്പോസ് ഞാൻ ഇവിടെ എ ബാറും ഇവിടെ ബി ബാറും കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്താ കിട്ടിയാനെ? എ പ്ലസ് ബി ദി ഓൾ, എയും ബിയും കൊടുത്തപ്പോഴാണ് എനിക്ക് എ പ്ലസ് ബി ദി ഓൾ ബാർ കിട്ടിയത്. സംശയമൊന്നുമില്ലല്ലോ? അതാണ് എന്റെ നോർ ഗേറ്റ്. ഇനി ഞാൻ എയും ബിയും കൊടുക്കുന്നതിന് പകരം എ ബാറും ബി ബാറും ആണ് കൊടുത്തിരുന്നെങ്കിൽ എന്റെ എക്സ്പ്രഷൻ എങ്ങനെ വന്നേനെ? പറഞ്ഞേ. എയും ബിയും കൊടുത്തപ്പോ എ പ്ലസ് ബി ഓൾ ബാർ വന്നു. അപ്പൊ എ ബാറും ബി ബാറും കൊടുത്തിരുന്ന എങ്ങനെ വന്നേനെ? ആലോചിച്ചെന്ന് പറഞ്ഞേ. എയും ബിയും കൊടുത്തപ്പോ എ പ്ലസ് ബി ഓൾ ബാർ കിട്ടി. അങ്ങനെ എ ബാറും ബി ബാറും കൊടുത്ത എന്താ കിട്ടും? പിള്ളേരെ? കിട്ടും. അല്ല നോക്കാലോചിച്ചേ. എ ബാർ ഒന്നുകൂടെ ആലോചിച്ചേ. എയും ബിയും കൊടുത്തപ്പോ എ പ്ലസ് ബി ഓൾ ബാർ കിട്ടി. അപ്പൊ എ ബാറും ബി ബാറും കൊടുക്കുമ്പോൾ എക്ക് വരും വരും, എ ബാറും വരും, ബിക്ക് വരും, ബി ബാറും വരുന്നില്ലേ? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരുന്നേ? എ ബാർ പ്ലസ് ബി ബാർ ദി ഓൾ ബാർ. അതായത് ഇവിടെ എയും ബിയും കൊടുത്തപ്പോ എ പ്ലസ് ബി വന്നു. അപ്പൊ എ ബാറും ബി ബാറും കൊടുത്താൽ എ ബാർ പ്ലസ് ബി ബാർ വരും. വ്യത്യാസമൊന്നുമില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ y is equal to a bar plus b bar ദി ഓൾ ബാർ വന്നു. ഇനി ഒന്ന് ഡിമോർഗൻസ് എടുത്ത് നോക്കിക്കേ. ഇതിന്റെ ഡിമോർഗൻസ് എടുത്ത് നോക്കിക്കേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ ബാർ പ്ലസ് ബി ബാർ ദി ഓൾ ബാർ എന്ന് പറഞ്ഞപ്പോ ഡിമോർഗൻസ് വരുമ്പോ എന്ത് പറ്റും? എ ഡബിൾ ബാർ ഇൻറ്റു ബി ഡബിൾ ബാർ വരുവോ? എ പ്ലസ് ബി ദി ഓൾ ബാർ എന്ന് പറയുന്നത് എ ബാർ ഇൻറ്റു ബി ബാറാ. അപ്പം എ ബാർ പ്ലസ് ബി ബാർ ദി ഓൾ ബാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഡബിൾ ബാർ ഇൻറ്റു ബി ഡബിൾ ബാർ വരുമോ? എ ഡബിൾ ബാർ എന്ന് പറയുന്നത് എന്ത് തന്നെയാ? എ തന്നെയാ. ബി ഡബിൾ ബാർ എന്ന് പറയുന്നത് എന്ത് തന്നെയാ? ബി തന്നെയാ. അതർവൈസ് നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. കിട്ടുവോ? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയണം, ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നുകൂടെ. നമ്മുടെ സാധാരണ ഒരു നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സാധാരണ ഒരു നോർ ഗേറ്റ്. എന്റെ ഇൻപുട്ട് എ ആയിരുന്നു, ഇൻപുട്ട് ബി ആയിരുന്നു, ഔട്ട്പുട്ട് y is equal to a plus b ദി ഓൾ ബാർ. ഇതായിരുന്നു എന്റേത്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ സപ്പോസ് എനിക്ക് എ പ്ലസ് ബി ദി ഓൾ ബാർ ആണ് എന്റെ സാധാരണ സാധനം ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിന് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, എന്റെ ഇപ്പോൾ ഉള്ളത് സാധാരണ നോർ ഗേറ്റ്, എ പ്ലസ് ബി ദി ഓൾ ബാറിന് അതൊരു ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്താ കിട്ടും? എ പ്ലസ് സാധാരണ കേസിൽ എ പ്ലസ് ബി ദി ഓൾ ബാർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എ ബാർ ഇൻറ്റു ബി ബാറാ.
പക്ഷെ എനിക്ക് വേണ്ടത് എ ബാർ ഇൻറ്റു ബി ബാർ അല്ല, എനിക്ക് വേണ്ടത് എ ഇൻറ്റു ബി ആ. കാരണം ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആൻഡ് ഗേറ്റ്. എനിക്ക് വേണ്ടത് എ ബാർ ഇൻറ്റു ബി ബാർ അല്ല, എ ഇൻറ്റു ബി ആ. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക. ഞാൻ എയും ബിയും കൊടുത്ത് എ പ്ലസ് ബി ഓൾ ബാർ കിട്ടുന്നതിന് പകരം ഞാൻ ഒരു നോർ ഗേറ്റിനകത്തോട്ട് ഇൻപുട്ട് എ ബാറും ഇൻപുട്ട് ബി ബാറും കൊടുത്തു. അപ്പൊ എയും ബിയും കൊടുത്താൽ എ പ്ലസ് ബി ഓൾ ബാർ കിട്ടുമെങ്കിൽ എ ബാറും ബി ബാറും കൊടുത്ത് എനിക്ക് എന്താ കിട്ടണം? എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ കിട്ടണ്ടേ? കിട്ടും. അങ്ങനെയാണ് കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് നമ്മൾ ഇനി ഒന്ന് ഡീബോർഗൻസ് ചെയ്ത് നോക്കി. എ പ്ലസ് ബി ഓർ ബാർ നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? എ ബാർ ഇൻറ്റു ബി ബാർ കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്താ കിട്ടണം? എ ഡബിൾ ബാർ പ്ലസ് ഇൻറ്റു ബി ഡബിൾ ബാർ കിട്ടണമല്ലോ. ശരിയാണേ? അങ്ങനെ കിട്ടുവാണെങ്കിൽ എ ഡബിൾ ബാർ എന്ന് പറഞ്ഞ എന്ത് തന്നെയാ? എ. ബി ഡബിൾ ബാർ എന്ന് പറഞ്ഞ എന്താ? ബി. അപ്പൊ എനിക്ക് എന്താ കിട്ടി? നമ്മുടെ y is equal to a into b, which is the expression for AND gate. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി. ഇനി എങ്ങനെയാണ് എ ബാറും ബി ബാറും ഉണ്ടാക്കുന്നത്? എ കോംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? എ ബാർ ഇട്ടുള്ളൂ. ബി എ കോംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ബി ബാർ ഇട്ടുള്ളൂ. ശരിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഏത് ഗേറ്റിലിട്ട് കൊടുക്കണം? എ ബാർ കണ്ടുപിടിക്കണമെങ്കിൽ എ ഏത് ഗേറ്റിലിട്ട് കൊടുക്കണം? സാറേ മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ചോദിട്ടെ, ഈ എ ബാർ നമ്മള് അസ്യൂം ചെയ്യുവാണോ? എവിടെ? താഴെ സാറ് എ ബി കണ്ടുപിടിച്ചില്ലേ? അതെ 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 അതന്നെ. ഇവിടോ? എടാ ഞാൻ ചോദിക്കുക, നമുക്ക് വേണ്ടത് ഇതായിരുന്നു. നമുക്ക് കിട്ടിയതാ എ പ്ലസ്. നമുക്ക് സാർ നമ്മൾ ഇതിപ്പോ വിട്ടേക്കുക. നമുക്ക് ഉണ്ടായിരുന്ന ഇതാ സാധാരണ ഒരു നോർ ഗേറ്റ്. അതിനെ ഡീബോർഗൻസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഡീബോർഗൻസ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടത്തുള്ളൂ? എ ബാർ ഇൻറ്റു ബി ബാറേ കിട്ടുള്ളൂ. മനസ്സിലായോ? പക്ഷെ എനിക്ക് വേണ്ട സാധനം എന്തുവാ? എനിക്ക് വേണ്ടത് എ ബിയാ. എനിക്ക് വേണ്ടത് എ ബാർ ഇൻറ്റു ബി ബാർ അല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ എയും ബിയും കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? എ ബാറും ബി ബാറും കിട്ടുന്നത്. അപ്പൊ അതിനെ നെഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി ഞാൻ ആദ്യമേ എന്തെടുക്കണം? എ ബാർ തന്നെ എടുക്കണം. എന്നാലല്ലേ ഡബിൾ ബാർ വരുള്ളൂ. മനസ്സിലായോ? കത്തിയോ? കാരണം ഞാൻ വെറുതെ ചുമ്മാ സാധാരണ ഇതിൽ ഡീബോർഗൻസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എ ബാറും ബി ബാറാ. എനിക്ക് വേണ്ടത് എന്തുവാ? എ ബിയാ. അപ്പൊ എ ബാർ ബി ബാറിന് എനിക്ക് എന്തുവാക്കി മാറ്റണം? എ ബി ആക്കി മാറ്റണമെങ്കിൽ എന്തേ ഓപ്ഷൻ ഉള്ളൂ? എ ഒന്നുകൂടെ ബാർ ചെയ്യണം, ബി എ ഒന്നുകൂടെ ബാർ ചെയ്യണം. എങ്കിലല്ലേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? എ ബി കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഇൻപുട്ടിലെ എന്താ മാറ്റണം? എയും ബിയും കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കണം? എ ബാറും ബി ബാറും കൊടുക്കണം. മനസ്സിലായോ? ഇപ്പൊ കത്തിയോ? ശരി. ഇനി നമ്മൾ ഈ എ ബാറും ബി ബാറും ഉണ്ടാക്കണ എന്തോ ചെയ്യണം? നമ്മുടെ ഉള്ളത് എയും ബിയുവാ. എ ബാറും ബി ബാറും ഉണ്ടാക്കണ എന്തോ ചെയ്യണം? എ നോട്ട് ചെയ്തെങ്കിലേ നമുക്ക് എ ബാർ കിട്ടുള്ളൂ. ബി എ നോട്ട് ചെയ്തെങ്കിൽ എന്ത് കിട്ടത്തുള്ളൂ? ബി ബാർ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർ ഗേറ്റ് ഉപയോഗിച്ചുള്ള നോട്ട് ഗേറ്റ് എങ്ങനെ പഠിച്ചേ? ഇൻപുട്ട് ഷോർട്ട് ചെയ്യണം. ഇവിടോട്ട് എ കൊടുക്കാം, വേറൊരു നോട്ട് ഗേറ്റ് വരയ്ക്കാം. എന്ത് കൊടുക്കാം? ബി കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമ്മുടെ മെയിൻ നോട്ട് ഗേറ്റിലോട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ? എ കൊടുത്തു, ബി കൊടുത്തു. അപ്പം ഇവിടെ എ വരും, ഇവിടെ എ വരും, ഇവിടെ ബി വരും, ഇവിടെ ബി വരും. അങ്ങനെയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് എന്തുവാ? ഇവിടെ എ ബാർ വരും, ഇവിടെ എന്ത് വരും? ബി ബാർ. നോട്ട് ഗേറ്റ്. ആ എ ബാർ ആണ് ഇവിടെ വന്നത്, ഈ ബി ബാർ ആണ് ഇവിടെ വന്നത്. എ ബാറും ബി ബാറും ഇവിടെ വന്നാൽ ഔട്ട്പുട്ടിൽ എന്താ വരും? y is equal to a bar plus b bar the all bar, which is equal to a double bar into b double bar, which is equal to a b. അത് ഏതിന്റെ എക്സ്പ്രഷൻ ആണ്? AND ഗേറ്റ്. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ഡൗട്ട് ഉണ്ടോ? ഹലോ, മനസ്സിലായോന്ന്? ശരി, ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ നോർ ഗേറ്റ് ഉപയോഗിച്ച് ഈ ഗേറ്റുകളെല്ലാം പഠിച്ചല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് ഗേറ്റുകളെയാ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്, നോറിന്റെയും നാൻഡിന്റെയും. ഇപ്പൊ നോർ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു. ഇതേപോലെ തന്നെ നാൻഡിന്റെ കേസ് നോക്കാം. നാൻഡ് ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കണം? നമ്മുടെ നോട്ട്, ഓർ, ആൻഡ്, ഈ മൂന്നെണ്ണം ഉണ്ടാക്കണം. നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? നാൻ ഗേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാ? വൈസിക്കൽ നാൻ ഗേറ്റ് എക്സ്പ്രഷൻ. ആൻഡ് ഗേറ്റ് എന്നാൽ എ ബി, നാൻ ഗേറ്റ് എന്നാൽ എ ബി ദി ഓൾ ബാർ. നമുക്ക് വേണ്ടത് എന്തുവാ? നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നോട്ട് ഗേറ്റ് ആണെന്ന് വിചാരിച്ചോ. ആദ്യം ചെയ്യാൻ പോകുന്നത് നോട്ട് ഗേറ്റാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് കോംപ്ലിമെന്റ് എടുക്കണം. അപ്പൊ സപ്പോസ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
എയും ബിയും ഇൻപുട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് എ ബി ഹോൾ ബാർ കിട്ടിയത്. പകരം ഞാൻ എക്കും ബിക്കും പകരം രണ്ടും സെയിം തന്നെ കൊടുക്കുന്നെങ്കിലോ, അതായത് y ഈസ് ഈക്വൽ ടു ബിക്ക് പകരവും ഞാൻ എ തന്നെ കൊടുത്തിരുന്നെങ്കിൽ എ ഇൻറ്റു എ ഹോൾ ബാർ, എ ഇൻറ്റു എ എന്തുവാ, എ ഇൻറ്റു എ എന്തുവാ, എ തന്നെയാ. വിച്ച് മീൻസ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ, എ ബാർ. അപ്പൊ ഇൻപുട്ടിൽ ഞാൻ നേരത്തെ നമ്മൾ നോർ ഗേറ്റ് പഠിച്ച പോലെ തന്നെ ഇൻപുട്ട് രണ്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്തുമായിരിക്കും, ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ്. എന്ന് പറഞ്ഞാൽ നാൻ ഗേറ്റ് ഉപയോഗിച്ച് നോട്ട് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ്. എങ്ങനെയാ, ഒരു നാൻ ഗേറ്റ് വരയ്ക്കുക, ഇൻപുട്ടിൽ നമ്മൾ സാധാരണ ചെയ്തോണ്ടിരുന്നത് ഇവിടെ എ ഇവിടെ ബിയും കൊടുക്കുമ്പോഴാണ് എ ബി ഹോൾ ബാർ കിട്ടുന്നത്. പകരം ഞാൻ ഇവിടെയും എന്ത് കൊടുത്തു, മൊത്തത്തിൽ ഒറ്റ എ കൊടുത്തു. അതായത് ഇവിടെ എ വരും, ഇവിടെ എ വരും. അപ്പോ എ ഇൻറ്റു എ ഹോൾ ബാർ വരും. വിച്ച് മീൻസ് ഔട്ട്പുട്ട് വിൽ ബി എ ബാർ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്. അപ്പം നോട്ട് ഗേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഓർത്ത് വെച്ച് നോക്കുക, നോട്ട് ഗേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നോർ ആയാലും നാൻഡ് ആയാലും എന്തോ ചെയ്താൽ മതി, ഇൻപുട്ടുകളെല്ലാം കൂടെ ഷോർട്ട് ചെയ്ത് ഒറ്റ ഇൻപുട്ട് കൊടുത്താൽ ആ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും എവിടെ കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അത്ര മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? ഇതാണ് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നത്. ഇനി എനിക്ക് നാൻഡ് ഉപയോഗിച്ച് ആൻഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നാൻഡ് ഉപയോഗിച്ച് ആൻഡ്, അതായത് ആൻഡ് ഗേറ്റ് യൂസിങ് നാൻഡ്. സിമ്പിളാ. എങ്ങനാ, എന്റെ നാൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാ, നാൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാ, എ ബി ദി ഹോൾ ബാർ. എനിക്ക് വേണ്ടത് എന്തുവാ, എ ബി എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്താൽ മതി, എ ബി ദി ഹോൾ ബാറിനെ ഒന്നും കൂടെ ബാർ ചെയ്താൽ എനിക്ക് എന്തോ കിട്ടും, എ ബി ദി ഹോൾ ബാറിനെ ഒന്നും കൂടെ ബാർ ചെയ്താൽ, നിങ്ങൾ ഒന്നുകൂടെ ബാർ ചെയ്താൽ എനിക്ക് എന്തോ കിട്ടും, എ ബി കിട്ടും. വിച്ച് മീൻസ് എ ബി ദി ഹോൾ ബാറിനെ അല്ലെങ്കിൽ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ഒന്നും കൂടെ നോട്ട് ചെയ്താൽ ഐ വിൽ ഗെറ്റ് നാൻഡ്. ചെയ്യാൻ വരയ്ക്കാൻ എളുപ്പമുണ്ട്. എന്തുവാണ്, ഇതാണ് എന്റെ നാൻഡ് ഗേറ്റ്. എ കൊടുത്തു, ബി കൊടുത്തു, ഔട്ട്പുട്ടിൽ എനിക്ക് എന്ത് കിട്ടി, എ ബി ദി ഹോൾ ബാർ. എനിക്ക് വേണ്ടത് എ ബി ആണ്. എന്ന് പറഞ്ഞാൽ ഈ എ ബി ദി ഹോൾ ബാറിനെ ഞാൻ ഒന്നുകൂടെ നോട്ട് ചെയ്യണം. വിച്ച് മീൻസ് നമ്മളിപ്പോ പഠിച്ച നോട്ട് ഗേറ്റ് ഒന്നുകൂടെ വരയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, എ ബി ദി ഹോൾ ബാർ കിട്ടും, ഇവിടെ എ ബി ദി ഹോൾ ബാർ കിട്ടും. ഈ ഇൻപുട്ട് കൊടുത്തതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്, വിച്ച് ഈസ് എ ബി. അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. y ഈസ് ഈക്വൽ ടു എ ബി, വിച്ച് ഈസ് ഈക്വൽ ടു ഏത് ഗേറ്റാ, ആണോ? മനസ്സിലായോ? മനസ്സിലായോ എന്തോ ചെയ്തത്, ഞാൻ എന്തോ ചെയ്തത് മനസ്സിലായോ? ആൻഡ് ഗേറ്റിന് നാൻ ഗേറ്റിനെ ഒന്നുകൂടെ കോംപ്ലിമെന്റ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി, ആൻഡ് ഗേറ്റ് കിട്ടി. ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ പിള്ളേരെ? ഇല്ല. ഇനി ഇതുപോലെ തന്നെ സിമ്പിൾ ആയി നമുക്ക് ഒരുമിച്ച് പഠിക്കുമ്പോൾ എളുപ്പം. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് എന്ത് വേണം, ഓർ ഗേറ്റ്. ഓർ യൂസിങ് നാൻഡ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എക്സ്പ്രഷൻ എഴുതി നോക്കുക. നമുക്കറിയാം എന്തുവാണ് നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാണ്, സോറി നാൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്താ, y ഈക്വൽ ടു എ ബി ദി ഹോൾ ബാർ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ y ഈക്വൽ എ ബി ദി ഹോൾ ബാർ. അപ്പൊ നമ്മൾ ഇതിനെ നേരത്തെ പറഞ്ഞ ഡി മോർഗൻസ് ചെയ്ത് നോക്കുക. എ ബി ദി ഹോൾ ബാർ ഈസ് ഈക്വൽ ടു ഡി മോർഗൻസ് ചെയ്യുമ്പോൾ എ ബി ദി ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ, എ ബാർ പ്ലസ് ബി ബാർ. ഇതാണ് നമുക്ക് ഡി മോർഗൻസ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്തുവാ, നമുക്ക് വേണ്ട ഓർ ഗേറ്റ് ആണ് നമ്മൾ വേണ്ടത്. ഓർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാ, y is equal to a plus b. നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ ആണ് ഉള്ളത്. നമുക്ക് വേണ്ടത് എ പ്ലസ് ബി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഈ എ ബാർ പ്ലസ് ബി ബാറിലെ എൻ ഡബിൾ ബാർ ചെയ്യണം, ബി എൻ ഡബിൾ ബാർ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ, എ പ്ലസ് ബി കിട്ടുള്ളൂ. വിച്ച് മീൻസ് ഞാൻ എന്ത് ചെയ്യണം, ഇൻപുട്ട് തന്നെ മാറ്റണം. അതായത് എന്റെ നാൻ ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്തുവാ, ഇതാണ് നാൻ ഗേറ്റ്. എ ബി എ ബി ദി ഹോൾ ബാർ, അല്ലെങ്കിൽ എ ബി ദി ഹോൾ ബാർ ഈസ് ഈക്വൽ ടു നമ്മളിപ്പോ പറഞ്ഞു എന്തുവാണ്, എ ബാർ പ്ലസ് ബി ബാർ. നമുക്ക് വേണ്ടത് പക്ഷെ എന്തുവാണ്, എ പ്ലസ് ബി ആയതുകൊണ്ട് നമ്മൾ എയും ബിയും കൊടുത്താൽ നമുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ പകരം എന്തോ ചെയ്തു, എക്കും ബിക്കും പകരം ഇവിടെ ഇൻപുട്ട് തന്നെ എ ബാർ ആക്കി, ഇൻപുട്ട് തന്നെ ബി ബാർ ആക്കി. വിച്ച് മീൻസ് എങ്ങനെ കിട്ടും എന്റെ എക്സ്പ്രഷൻ, ഇവിടെ ഞാൻ എ ബാർ കൊടുത്തു, ഇവിടെ ഞാൻ ബി ബാർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൊടുത്തപ്പോ എനിക്ക് എന്തോ കിട്ടിയായിരുന്നു, എ ബി ദി ഹോൾ ബാർ കിട്ടിയെങ്കിൽ എ ബാറും ബി ബാറും കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ കിട്ടും, എന്തോ കിട്ടും, എയും ബിയും കൊടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയും ബിയും കൊടുത്തപ്പോൾ എ ബി ദി ഹോൾ ബാർ കിട്ടിയെങ്കിൽ എ ബാറും ബി ബാറും കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ കിട്ടണം, എ ബാർ ബി ബാർ ദി ഹോൾ, എ ബാർ ബി ബാർ ദി ഹോൾ ബാർ.
എയും ബിയും ഇൻപുട്ട് കൊടുത്തപ്പോൾ എ ബി ദി ഓൾ ബാർ കിട്ടിയെങ്കിൽ എ ബാറും ബി ബാറും കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? എ ബാർ ബി ബാർ ദി ഓൾ ബാർ. എ ബാർ ബി ബാർ ദി ഓൾ ബാർ. ഇതിനകത്ത് ഇനി ഒന്ന് ഡീബോഗൻ സപ്ലൈ ചെയ്തേ. എ ബാർ ബി ബാർ ദി ഓൾ ബാർ എന്ന് പറയുമ്പോൾ എന്താ കിട്ടും? ഡീബോഗൻ സപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ബി ബാർ ദി ഓൾ ബാർ A bar. A double bar plus B double. A double bar plus B double bar, which is equal to A plus B. A plus B. മനസ്സിലായോ? നമ്മൾ സിംപ്ലി എന്ത് ചെയ്തേ ഉള്ളൂ? ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം എന്താക്കി മാറ്റി? ഓൾറെഡി ഇൻവേർട്ടഡ് ഇൻപുട്ട് ആണ് ഇവിടെ കൊടുത്തത്, നമ്മുടെ ഏതായി കൊടുത്തത്? നാൻ ഗേറ്റിൽ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുമായി? ഓർ ഗേറ്റ് ആയിട്ട് മാറി. ഇനി ഇതിന്റെ ഡയഗ്രം എങ്ങനെ വരയ്ക്കാം? ആദ്യം എന്റെ ഉള്ളത് എന്തുവാണ്? എയും ബിയും. എനിക്ക് എന്റെ നാൻ ഗേറ്റിലേക്ക് കൊടുക്കേണ്ടത് എന്തുവാണ്? എ ബാറും ബി ബാറും. വിച്ച് മീൻസ് ഐ ഹാവ് ടു കോംപ്ലിമെന്റ് എ, ഐ ഹാവ് ടു കോംപ്ലിമെന്റ് ബി. കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത്? നോട്ട് ഗേറ്റ്. അപ്പം ആദ്യം നോട്ട് ഗേറ്റ് വരയ്ക്കണം യൂസിങ് നാൻഡ്. എങ്ങനാ? ഒരു നോട്ട് ഗേറ്റ്, അടുത്ത നോട്ട് ഗേറ്റ്. ഇവിടെ എ കൊടുത്തോണ്ട് ഇവിടെ എ, ഇവിടെ എ, ഇവിടെ ബി കൊടുത്തോണ്ട് ഇവിടെയും ബി, ഇവിടെയും ബി. ഔട്ട്പുട്ടിൽ എന്താ വരും? എ ബാർ. ഇവിടെ എന്താ വരും? ബി ബാർ. ഇത് രണ്ടും കൂടെ ഞാൻ എവിടെ കൊടുത്തു? എന്റെ മെയിൻ നാൻ ഗേറ്റ് കൊടുത്തു. അപ്പൊ എന്താ കിട്ടും? ഇവിടെ എ ബാർ ആണ്, ഇവിടെ ബി ബാർ ആണ്. അപ്പൊ ഔട്ട്പുട്ടിൽ y ഈസ് ഈക്വൽ എന്താ കിട്ടും? എ ബാർ ബി ബാർ ദി ഓൾ ബാർ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡബിൾ ബാർ പ്ലസ് ബി ഡബിൾ ബാർ, വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇത് ഏത് ഗേറ്റാ? ഓർ ഗേറ്റ്. മനസ്സിലായോ പിള്ളേരെ? ആയോ? ശരി. ഇങ്ങനെ നമുക്ക് നാൻ ഗേറ്റും ഇതൊക്കെ ഉപയോഗിച്ച് ഈ എന്താ നമ്മുടെ എക്സ്പ്രഷൻസും ടേബിളും ഒക്കെ നമുക്ക് ഓറും ആൻഡും നോട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ദീസ് ടു ഗേറ്റ്സ് നാൻഡ് ആൻഡ് നോർ ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത് ഓർത്തോളുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഓറ് ആൻഡ് നോട്ട് എന്ന് പറയുന്ന 3 ഗേറ്റുകളെ ദേ ആർ കോൾഡ് ആസ് ബേസിക് ഗേറ്റ്സ്. ആ 3 നമ്മൾ വിളിക്കുന്ന പേര് ബേസിക് ഗേറ്റ്സ് എന്നാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ 3 ഗേറ്റുകളുടെ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ഡിജിറ്റൽ സിസ്റ്റം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാം. അത് ആൻഡ് ഓർ നോട്ട് ഉപയോഗിച്ച് ലോകത്തിലുള്ള ഏത് ഡിജിറ്റൽ സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് നോട്ട് വേണം, ആൻഡ് വേണം, ഓർ വേണം. ഈ 3 മതി. ഇത് ഉപയോഗിച്ച് ഏത് ഡിജിറ്റൽ സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ബേസിക് ഗേറ്റ്സ്. ഈ ബേസിക് ഗേറ്റുകളെ പോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? നാൻഡിനെ കൊണ്ടും നോറിനെ കൊണ്ടും. അതായത് സെയിം നാൻഡിനെ കൊണ്ട് തന്നെ നമുക്ക് ബേസിക് ഗേറ്റ്സ് ആയ ഓറും ആൻഡ് നോട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഇതിന് രണ്ടിനെ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെ സമയം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ആണെങ്കിൽ നമുക്ക് ഇതൂടെ പറയാം. അതായത് നിങ്ങൾക്ക് മറ്റേ എക്സോർ ഗേറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ എക്സോർ ഗേറ്റ്? +2 ഉണ്ടായിരുന്നോ? ഇല്ല, കേട്ടിട്ടില്ല. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഇറ്റ്സ് കോൾഡ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് അല്ലെങ്കിൽ എക്സോർ ഗേറ്റ്. ചില സമയത്ത് ഇതിനെ നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട്, എക്സോർ ഗേറ്റ്. അത് പേരെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്നാണ്. ചിലപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ഓറിന്റെ എക്സോർ ഗേറ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് വിളിക്കും? ഇങ്ങനെ എഴുതാറുണ്ട്, എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാ. അതിന്റെ പടം അത് ഞാൻ ഡയഗ്രാം ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ഓർ ഗേറ്റ് ഇല്ലേ, ഇതാണ് എന്റെ ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ ഒരു കർവ് കൂടെ ഞാൻ വരയ്ക്കും ഇങ്ങനെ. ഇതാണ് എന്റെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഇവിടെ എ കൊടുക്കും, ഇവിടെ ബി കൊടുക്കും, ഇവിടെ y കൊടുക്കും. ഇതിന്റെ സിമ്പലും ഡിഫറെന്റ് ആണ്. y is equal to a ഇങ്ങനെ, y is equal to a, ഒരു പ്ലസ് ഇടുക, ചുറ്റൊരു വട്ടം വരയ്ക്കുക. ഈ സിമ്പലിന് നമ്മൾ വിളിക്കുന്ന പേര് തന്നെ എക്സാർ എന്നാണ്.
ഈ സിമ്പിളിന് വിളിക്കുന്ന പേര് തന്നെ XOR എന്നാണ്. വിച്ച് മീൻസ് എയും ബി ഇൻപുട്ട് കൊടുത്താൽ y is equal to a XOR b. ഓർത്ത് വെച്ചേക്കുക. അഡീഷനും സോറി നമ്മുടെ പ്ലസും ചുറ്റും ഒരു വട്ടവും. ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നമുക്ക് ഇൻപുട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ഇത്ര അങ്ങ് മനസ്സിൽ അങ്ങ് ഓർത്ത് വെച്ചു. നമുക്ക് XOR ഗേറ്റ് ഒത്തിരി എടുത്ത് ഉപയോഗിക്കുന്ന ഇത്ര മാത്രം ഓർത്ത് വെച്ചുള്ള. ഡിഫറന്റ് ഇൻപുട്ടുകളാണെങ്കിൽ ഔട്ട്പുട്ട് 1, സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ഡിഫറന്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1, സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ട്രൂത്ത് ടേബിൾ എനിക്ക് എങ്ങനെ എഴുതാം? എ ബി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു y. 4 പോസിബിൾ കോമ്പിനേഷൻസ് 0 0 0 1 1 0 1 1. ഞാൻ പഠിച്ചേക്കുന്നത് ഡിഫറന്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1, സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞേ. 0 0 ഡിഫറന്റ് ഇൻപുട്ട് ആണോ? ഡിഫറന്റ് ഇൻപുട്ട് ആണോ? അല്ല. അപ്പം എന്താ പറയും? ഡിഫറന്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1, സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അപ്പൊ 0 0 വന്ന ഔട്ട്പുട്ട് എന്താ വരണം? 0. മനസ്സിലാവുന്നുണ്ടോ? 0യും 1ഉം ഡിഫറന്റ് ഇൻപുട്ട് ആണോ സെയിം ഇൻപുട്ട് ആണോ? ഡിഫറന്റ്. അപ്പൊ ഔട്ട്പുട്ട് എന്താ വരണം? 1. 1ഉം 0യും ഡിഫറന്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്തുവാ? 1ഉം 1ഉം ഡിഫറന്റ് ഇൻപുട്ടോ സെയിം ഇൻപുട്ടോ? സെയിം ഇൻപുട്ട്. വിച്ച് മീൻസ് ഔട്ട്പുട്ട് ഈസ് സെയിം ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് 0. ഇത്ര അങ്ങ് മനസ്സിലങ്ങ് പതിച്ചു വെച്ചേക്കുക. സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഡിഫറെന്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അത് എത്ര ഇൻപുട്ട് ഉണ്ടെങ്കിലും ഇൻപുട്ടുകളെല്ലാം സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഇൻപുട്ടുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1. മനസ്സിലായോ? ഇതങ്ങ് കാണാൻ പഠിച്ചു വെച്ചേക്കുക. ഇതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്, XOR ഗേറ്റ്. മനസ്സിലായോ? അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y is equal to a XOR b എന്നാണ്. ആ XOR b എന്നാണ് അതിന്റെ മീനിങ് എങ്കിലും അതിന്റെ എക്സ്പാൻഷനും കൂടെ ഉണ്ട്. y is equal to a XOR b എന്നാണ്. അത് പഠിച്ചങ്ങ് വെച്ചേക്കുക. a bar b പ്ലസ് a b bar. ഇത് കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഒരു എക്സ്പ്രഷൻ XOR ഗേറ്റിന്റെ എക്സ്പ്രഷൻ കാണാൻ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. y is equal to a XOR b എന്നാണ്. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് a XOR b എന്നാണ്. അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ a bar b പ്ലസ് a b bar. അത് പഠിച്ചങ്ങ് വെച്ചേക്കുക. a XOR b is equal to a bar b പ്ലസ്. ഇപ്പൊ നമ്മളിപ്പോ 2 ഇൻപുട്ടിന്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് 3 ഇൻപുട്ട് വേണമെങ്കിൽ a XOR b XOR c എന്ന് വരും. മനസ്സിലായോ? അപ്പൊ എല്ലാ കോമ്പിനേഷനും വരും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ തൽക്കാലത്തേക്ക് 2 ഇൻപുട്ട് XOR മാത്രമേ നമ്മളിപ്പോ പഠിക്കുന്നുള്ളൂ. നമുക്ക് 3 ഇൻപുട്ട് ഉണ്ട്, 4 ഇൻപുട്ട് ഉണ്ട്, 5 ഇൻപുട്ട് ഒക്കെ വരും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കോംപ്ലക്സിറ്റി കൂടി വരും. എങ്ങനെയൊക്കെയാ അതിന്റെ വരുന്നത്? എത്ര ഇൻപുട്ടുകളുടെ കോമ്പിനേഷൻ വരുന്നുള്ളതനുസരിച്ച് ഈ എക്സ്പ്രഷൻ എല്ലാം വലുതേ വരും. ഇപ്പോൾ നമ്മളിപ്പോ 3 ഇൻപുട്ടോ ഒന്നും ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആകെ വി ആർ സ്റ്റഡിങ് ഓൺലി 2 ഇൻപുട്ട് XOR ഗേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2 ഇൻപുട്ടുകളെ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. എയും ബിയും. ഔട്ട്പുട്ട് വിൽ ബി a XOR b. ഇനിയിപ്പോ 3 ഇൻപുട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്താ വന്നേനെ? a XOR b XOR c. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ കോമ്പിനേഷൻ മാറിക്കൊണ്ടിരിക്കും. പ്ലസ് എ ബി സി പ്ലസ് എ ബാർ ബി ബി സി എന്നൊക്കെ പറഞ്ഞ കോമ്പിനേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ വി ആർ ഓൺലി വറീഡ് അബൌട്ട് 2 ഇൻപുട്ട് XOR ഗേറ്റ്. മനസ്സിലായോ? ഹലോ, മനസ്സിലായി സർ. ശരി, ഓക്കെ. ഇനി മീറ്റിംഗ് തീരാൻ എൻ്റെ ഒരു 3 മിനിറ്റേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം. നമുക്ക് നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, അടുത്ത പോർഷന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടാണ് പോവാം. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് പരിപാടി നമ്മൾ പറഞ്ഞിരുന്നു. സം ഓഫ് പ്രൊഡക്റ്റ് അത് നമ്മൾ ഓക്കെ തീർന്നു, കുഴപ്പമില്ല, എത്ര നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേണ്ട സാധനം അടുത്തതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം അഥവാ POS. ഇതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. പ്രൊഡക്റ്റ് ഓഫ് സം അഥവാ POS. POSന്റെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമ്പിൾ എക്സ്പ്രഷൻ ഞാൻ പറയാം. പ്രൊഡക്റ്റ് ഓഫ് സം. പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറഞ്ഞാൽ സമ്മുകളുടെ പ്രൊഡക്റ്റ്. സമ്മുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കും? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു a പ്ലസ് സി ബാർ ഇൻറ്റു a ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി, ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇതിപ്പോ എന്താ ചെയ്തേക്കുന്നത് ഞാൻ? ഇതൊരു സമ്മ, ഇതൊരു സമ്മ, ഇതൊരു സമ്മ,
ഇതൊരു സമ്മ, ശരിയാണോ? ഈ സമ്മുകളുടെ എന്തു ചെയ്തേക്കുന്നേ? പ്രൊഡക്റ്റ്. ഈ സമ്മുകളുടെ പ്രൊഡക്റ്റ് അതാണ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് സി ബാർ ഇൻറ്റു എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി. സമ്മുകളുടെ പ്രൊഡക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻ. മനസ്സിലാവുന്നുണ്ടോ? പ്രൊഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻ. കത്തിയോ പിള്ളേരെ? ഇതിനകത്ത് നമ്മൾ വ്യത്യാസം വരുന്നത് നമ്മുടെ സം ഓഫ് പ്രൊഡക്റ്റ് ടേമും അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് സം ടേമിനകത്ത് നമ്മൾ പറഞ്ഞത് വ്യത്യാസം വരുന്നത്, നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റിൽ പറഞ്ഞപ്പം നമ്മുടെ ഓരോ ടേമിനും നമ്മൾ വിളിച്ചിരുന്ന പേരെന്തുവായിരുന്നു ഓർമ്മയുണ്ടോ? ഓരോ ടേമിനും നമ്മൾ വിളിച്ചിരുന്നത് സം ഓഫ് പ്രൊഡക്റ്റില് മിൻ ടേം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് സമ്മില് നമ്മൾ ഈ വരുന്ന ഓരോ ടേമിനും, അതായത് എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് സി ബാർ, എ പ്ലസ് സി, ഓരോന്നും നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് മാക്സ് ടേം. മനസ്സിലായോ? അതായത് സം ഓഫ് പ്രൊഡക്റ്റിൽ നമ്മൾ ഓരോ ടേമിനും വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് മിൻ ടേം എന്നായിരുന്നു. നമ്മൾ എന്തോ എഴുതിയിരുന്നേ? സ്മോൾ എം, പിന്നെ താഴെ ഒരു സഫിക്സ് 0, 1, 2, 3 എന്നൊക്കെ എഴുതിയിട്ടത് ഓർമ്മയുണ്ടോ? ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് എന്തുവാണ്? മാക്സ് ടേം. മനസ്സിലായോ? വിളിക്കുന്ന പേരെന്തുവാണ്? മാക്സ് ടേം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ഇട്ടാണ്. സ്മോൾ എം അല്ല, ക്യാപിറ്റൽ എം സഫിക്സ് 0, 1, 2, 3 എക്സെട്രാ എന്ന് പോകും. മനസ്സിലായോ? അതുപോലെ തന്നെ SOP സം ഓഫ് പ്രൊഡക്റ്റിനകത്ത് നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്തേ? അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ എല്ലാം കൂടെ സമ്മായിരുന്നു. അപ്പൊ സമ്മുകളെല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്നത് എന്ത് സിമ്പിളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സിഗ്മ. ഇവിടെ നമ്മൾ സം എല്ലാത്തിനെയും കൂടെ ലാസ്റ്റ് നമ്മൾ സം ചെയ്യുമല്ലോ, എല്ലാത്തിനെയും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമല്ലേ. അതുകൊണ്ട് അത് പോയതാ, മീറ്റിംഗിന്റെ ടൈം കഴിഞ്ഞതാ. ഓക്കെ, ഒരു കാര്യം ചെയ്യ്,